അഗാപ്പെ ലവ്, കുഞ്ഞാടുകളെ മേയിക്കാനുള്ള നിയോഗം. ഒരിക്കൽ യേശു പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം യേശു ചോദിക്കാനുള്ള ഏക കാരണം, ഒരിക്കൽ ശിഷ്യന്മാരുമൊത്തം മാളികമുറിയിലിരിക്കുമ്പോൾ ഞാൻ എല്ലാവരേക്കാളും അധികം അങ്ങയെ സ്നേഹിക്കുന്നു എന്നൊരു അവകാശവാദം മുഴക്കി. ആ അവകാശവാദം ഇപ്പോഴും നിലനിൽക്കുന്നുവോ എന്ന ധ്വനിയാണ് ആ ചോദ്യത്തിലൂടെ യേശു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രാവശ്യം ഈ ചോദ്യം യേശു ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ മറുപടി, അതേ കർത്താവേ, എല്ലാവരേക്കാളും എനിക്ക് പ്രിയമുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ ഹൃദയം തുറന്നുള്ള ഈ ചോദ്യത്തിന് പത്രോസിൻ്റെ മറുപടി ഒരു ഫിലിയോ ലവ് ആണ്. എന്താണ് ഫിലിയോ ലവ്? ഒരു കാഷ്വൽ ലവ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യനോട് തോന്നാവുന്ന ഒരു ചെറിയ സ്നേഹത്തിൻ്റെ അംശമാണ് ഫിലിയോ ലവിലൂടെ നാം പ്രദർശിപ്പിക്കപ്പെടുന്നത്. യേശു ആ ചോദ്യം ചോദിക്കുന്നതിലൂടെ പത്രോസിൽ നിന്ന് കിട്ടുന്ന മറുപടിക്കകത്ത് നിൽക്കേണ്ടത് ഒരു അഗാപ്പെ ലവ് ആണ്. എന്താണ് അഗാപ്പെ ലവ്? അഗാപ്പെ ലവ് ത്യാഗോജ്ജലമായ സ്നേഹമാണ്, ആഴമാർന്ന സ്നേഹമാണ്. ജീവൻ കളയേണ്ടി വന്നാലും യേശുവിനോടുള്ള ഹൃദയം തുറന്നുള്ള സ്നേഹമാണ് അഗാപ്പെ ലവ്. പക്ഷേ പത്രോസിൻ്റെ മറുപടിയിൽ മുഴങ്ങി നിന്നത് ഫിലിയോ ലവ് ആണ്. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. അപ്പോൾ കുഞ്ഞാടുകളെ പാലിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അഗാപ്പെ ലവ് ആണെങ്കിൽ ആടുകൾക്കിടയിൽ വികൃതികൾ ഉണ്ടാകുമ്പോഴും അപ്പനേൽപ്പിച്ചതാണെന്ന ഉത്തരവാദിത്വത്തോടുകൂടെ അതിനെ സ്നേഹിക്കും. ഫിലിയോ ലവിലാണ് നീ ആടുകളെ പരിപാലിക്കുന്നതെങ്കിൽ ആടുകളുടെ ചെറിയ വികൃതികൾ പോലും നിന്നെ ആടുകൾക്കിടയിൽ വിദ്വേഷം ജ്വലിപ്പിക്കുന്നതാവും. നമ്മുടെ ഉള്ളിലുള്ളത് അഗാപ്പെ ലവ് ആണോ അതോ ഫിലിയോ ലവ് ആണോ? അഗാപ്പെ ലവ് ആണെങ്കിൽ കുഞ്ഞാടുകളെ നിനക്ക് പാലിക്കാൻ കഴിയും. ഫിലിയോ ലവ് ആണെങ്കിൽ ഒരു കാഷ്വൽ ലവ് ആണ്. അതിൽ ആടുകളോട് എന്തുമാത്രം സ്നേഹം നമുക്കുണ്ടാകും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നില ആടുമേയിക്കുന്നതിലുണ്ടാകുമ്പോൾ ഒരുപക്ഷേ ഫിലിയോ ലവ് നമ്മെ ആടുകളെ ഉപേക്ഷിക്കാൻ വരെ നമ്മെ നിർബന്ധിച്ചെന്ന് വരെ. ഈ കാലങ്ങളിൽ നമുക്ക് ഫിലിയോ ലവ് മാറ്റി ഒരു അഗാപ്പെ ലവിലേക്ക് വരാം. കർത്താവ് നമ്മെ സഹായിക്കണം.